Hi, what is cladding and why is it important in HVAC? ഡക്റ്റ് വർക്കിലും അതുപോലെ ചിൽ വാട്ടർ പൈപ്പ് ലൈൻസിലും ഇൻസുലേഷനും ഫോസ്റ്ററിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു ഷീറ്റ് വെച്ചിട്ട് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനും വേണ്ടി ഒന്നുകൂടി കവർ ചെയ്യും. അതിന് പറയുന്ന പേരാണ് ക്ലാഡിംഗ്. അത് പല ടൈപ്പ് ഓഫ് ഷീറ്റുകൾ വരുന്നുണ്ട്. ഇത് അലുമിനിയം ഷീറ്റാണ്, വേറെ GI ഷീറ്റിലും വരുന്നുണ്ട്. പക്ഷേ അലുമിനിയം ഷീറ്റ് ഒന്നുകൂടി മോർ എഫക്റ്റീവ് ആണ്, അത് കൊറോഷനെ കൂടുതൽ കൺട്രോൾ ചെയ്യും. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? അതിൽ ഫസ്റ്റ് റീസൺ പ്രൊട്ടക്ട് ഡക്റ്റ് ഇൻസുലേഷൻ ആണ്. ഇൻസുലേഷൻ മാത്രമാണെങ്കിൽ അത് ഭയങ്കര സോഫ്റ്റും അതുപോലെ ഫ്രജൈലും ആണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ക്ലാഡിങ്ങിൻ്റെ ഒരു ഷീറ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നുകൂടി ഫിസിക്കൽ ഡാമേജ് ഒന്നും അതുപോലെ വാട്ടർ ലീക്കേജിൽ നിന്നൊക്കെ ഈ ഒരു ഇൻസുലേഷനെ പ്രൊട്ടക്ട് ചെയ്യും. സെക്കൻഡ് റീസൺ പ്രിവെൻറ്റ്സ് ഹീറ്റ് ഗെയിൻ ആൻഡ് എനർജി ലോസ്. ഇൻസുലേഷൻ്റെ കൂടെ ഈ ഒരു ക്ലാഡിംഗ് ഷീറ്റ് കൂടി വരുമ്പോൾ ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യും. സ്റ്റഡീസ് പറയുന്നത് ക്ലാഡിങ് കാരണം അപ് ടു 30% ഓഫ് എനർജി നമുക്ക് സേവ് ചെയ്യാമെന്നാണ് പറയുന്നത്. തേർഡ് റീസൺ വരുന്നത് ക്ലാഡിംഗ് കൺട്രോൾ കണ്ടൻസേഷൻ. ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റി ഉള്ള ക്ലൈമറ്റിൽ ഈ ഒരു ക്ലാഡിങ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടൻസേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് കുറക്കാൻ പറ്റും. പിന്നെ ഒരു മെയിൻ റീസണ് ഈ ഒരു ഡക്റ്റ് വർക്കിൻ്റെ മുകളിൽ നമ്മൾ ക്ലാഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ അപ്പിയറൻസ് ഒക്കെ ഒന്നുകൂടി നല്ല അടിപൊളിയായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്.